ഹായ് കൊളീഗ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാനായിട്ട് പരിശ്രമിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പഴയ കാലങ്ങളിലല്ല നമ്മുടെ വീടുകളിൽ ഫ്രൂട്ട്സുകൾ, അതായത് പഴങ്ങൾ, ചക്കകൾ, അതുപോലെ മറ്റ് ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ ബാക്കി വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. ഇത് നശിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പലരും അത് കളയാറുണ്ട്. എന്നാൽ അത് കളയാതെ എങ്ങനെ നല്ല രീതിയിൽ നമുക്കത് ഉപയോഗിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. എന്നാൽ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ബായ്. ഇതേപോലെ നമുക്ക് പഴങ്ങൾ എടുക്കാം. ഈ പഴങ്ങൾ ചെറുതാക്കി നമുക്ക് അരിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് അരിയാം. നമുക്ക് ഈ പഴങ്ങൾ പതുക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ച പഴക്കഷ്ണങ്ങൾ നമ്മൾ അത് ഉണക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഉണക്കിയെടുക്കുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിലെ ജലാംശമൊക്കെ പോകണം, എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഉദ്ദേശിച്ച ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഉണക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ അത് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മളൊരു ബൗളിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ അതിനെ നമുക്ക് ജാറിലേക്ക് പഞ്ചസാര ഇടാം. എന്നിട്ട് പതുക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കത് പഞ്ചസാര പൊടിച്ചെടുക്കാം. എന്നിട്ട് പൊടിച്ച് വെച്ച പഞ്ചസാര നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ മാറ്റിയ പഞ്ചസാരപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കി വെച്ച പഴം നന്നായിട്ട് നമ്മൾ അതിലിട്ട് മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഉണക്കും എല്ലാം വരിക. ഇത് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അതിന് വലിയ സമയം നഷ്ടമൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണ് ഈ ഐറ്റം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട് ബനാന എന്ന് ഇതിന് വിളിക്കാം നമുക്ക്. അപ്പോൾ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെയിലത്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ വെയിലത്തിട്ട് ഉണക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ലപോലെ അത് അതിൽ വെച്ചിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഉണക്കിയെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫോർ എവരി വൺ. ഓക്കെ, ബൈ.